മാത്സിയോൺ. മാത്സിയോണിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഫ്രീ എക്സാം സീരീസിൻ്റെ രണ്ടാമത്തെ എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് y/x ഈക്വൽ ടു log x ഈസ്. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മാത്രമല്ല ചോദ്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടിയാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: dy/dx പ്ലസ് py ഈക്വൽ ടു q, വെർ p ആൻഡ് q ആർ ഫങ്ഷൻസ് ഓഫ് x. അപ്പം ഇവിടെ നമുക്ക് ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ p ഈക്വൽ ടു 1/x ആണെന്നും q ഈക്വൽ ടു log x ആണെന്നും മനസ്സിലാകും. സോ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ജനറൽ സൊല്യൂഷൻ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്നുള്ളതാണ്. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ if is equal to e raised to integral p dx ആണ്. ദാറ്റ് ഈസ് e raised to integral 1/x dx ആയിരിക്കും നമ്മളുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ദാറ്റ് ഈസ് e raised to log x എന്നായിരിക്കും. e raised to log x ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഫൈനലി x എന്ന് എഴുതാം. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ x ആണ്. Therefore നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയ പോലെ ഇതാണ് ജനറൽ സൊല്യൂഷൻ. സോ നമുക്ക് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x ആണ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്ന് പറയുന്നത് ഇവിടെ log x ആണ്. സോ x ഇൻറ്റു log x അല്ലെങ്കിൽ log x ഇൻറ്റു x dx എന്നാണ് വരുന്നത്. ഇനി ഇത് log x ഇൻറ്റു x dx എന്നുള്ളത് നമുക്ക് പ്രോഡക്റ്റ് ഫോർമുല ഓഫ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഫൈനലി നമ്മുടെ ആൻസർ വരുന്നത് yx is equal to log x into x square by 2, that is integral of second function minus integral of derivative of first function, that is 1/x into integral of second function x square by 2 dx. So നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? This is x square by 2 log x minus x square by 4 plus c. So that is yx is equal to x square by 2 log x minus x square by 4 plus c എന്നാണ്. That is option A. Next question. Function f from R to R defined by f of x is equal to x mod x is injective, surjective, bijective. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. സോ 1 on 2 അല്ലെങ്കിൽ 1 and on 2 ഇതിൽ ഏതാണ് ഈ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. സോ ആദ്യം f of x is equal to x mod x എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. g of x is equal to mod x എന്ന് പറയുന്ന മോഡുലസ് ഫംഗ്ഷൻ can be defined as x when x is greater than or equal to 0 and minus x when x is less than 0. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അപ്പം അത് നമ്മളുടെ f of x ന്റെ ഒരു പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് f of x നെ ഇങ്ങനെ എഴുതാം: f of x is equal to x into x when x is greater than or equal to 0 and x into minus x when x is less than 0. ശരിയാണല്ലോ. മോഡ് എക്സിന് പകരം എക്സും മൈനസ് എക്സും നമുക്ക് കൊടുക്കാം ഈ ഒരു ഡിവിഷനിൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് സ്ക്വയർ വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. f of x is equal to x square when x greater than or equal to 0 and minus x square when x is less than 0. സോ നമുക്ക് ഇവിടെ ഇത് ഫംഗ്ഷൻ 1 ആണോ on 2 ആണോ, ഇനി അതല്ല 1 and on 2 ആണോ എന്നൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. സോ ഇതിന് പല രീതികൾ നമുക്ക് യൂസ് ചെയ്യാം. ഡയറക്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് ബേസ്ഡ്, നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് 1 ആണോ on 2 ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി സിമ്പിൾ ആവുമെന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ XY പ്ലെയിൻ. സോ നമ്മുടെ ഫംഗ്ഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. സോ ഫ്രം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫംഗ്ഷൻ എക്സ് സ്ക്വയറിന്റെ ഫോമിലാണ് വരുന്നത്.
ഇനി എക്സ് ലെസ് ദാൻ 0, നെഗറ്റീവ് എക്സ് ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ നമ്മുടെ ടോട്ടൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ ഒരു രീതിയിലാണ് വരിക. ശരി, ഇനി നമുക്ക് 1 ആണോ ഓൺ 2 ആണോ എന്നൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ 1 ആണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റിനും, ഇപ്പം എക്സിലുള്ള എല്ലാ പോയിന്റിനും കറക്റ്റ് ഒരു ഇമേജ് ആണ് ഉള്ളത്. എക്സിലുള്ള നമ്മൾ ഡൊമൈനിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് എക്സാക്ട്ലി 1 ഇമേജ് ആണ് നമ്മുടെ ഗ്രാഫിൽ നമുക്ക് കാണുന്നത്. അതായത് എക്സാക്ട്ലി 1 ടൈം ആണ് ആ പോയിന്റ് നമ്മുടെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇത് 1 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 1 ആണ്. ഇനി ഓൺ 2 ആണോ? നമ്മുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു y വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. എല്ലാ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു y വാല്യൂ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒരു ഫംഗ്ഷൻ സർജക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്: കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു ദ റേഞ്ച്. കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് 6 ആണ്. സോ നമ്മുടെ കോഡൊമെയിനും 6 തന്നെയാണോ? അതായത് റിയൽ നമ്പേഴ്സിലെ എല്ലാ വാല്യൂവും നമ്മളുടെ ഫംഗ്ഷൻ എടുക്കുന്നുണ്ടോ? നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും എടുക്കുന്നുണ്ട്. നമുക്ക് ഇൻഫിനിറ്റിയിൽ മാത്രമുള്ള കാര്യമേ നമുക്ക് അറിയാത്തതുള്ളൂ. സോ വെൻ എക്സ് ഇസ് ഗോയിങ് ടു ഇൻഫിനിറ്റി, വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ ആണല്ലേ. സോ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇനി എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. കാരണം മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. സോ എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വേരി ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ കോഡൊമെയിൻ എന്ന് പറയുന്നതും 6 ആണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ ഗ്രാഫിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണ്, ദെർഫോർ ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ലിമിറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0 ടാൻ ന്യൂ പ്ലസ് സീക് ന്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ ന്യൂ മൈനസ് സീക് ന്യൂ പ്ലസ് 1 വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0 ടാൻ ന്യൂനെ എനിക്ക് സൈൻ ന്യൂ ബൈ കോസ് ന്യൂ എന്ന് എഴുതാം, പ്ലസ് സീക് ന്യൂവിനെ 1 ബൈ കോസ് ന്യൂ എന്ന് എഴുതാം, മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ അഗെയിൻ സൈൻ ന്യൂ ബൈ കോസ് ന്യൂ മൈനസ് 1 ബൈ കോസ് ന്യൂ പ്ലസ് 1. സോ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് കോസ് ന്യൂ ഉണ്ടാകും. അപ്പൊ അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0. നമുക്ക് മൊത്തത്തിൽ ന്യൂമറേറ്ററിന് മൊത്തത്തിൽ നമ്മൾ കോസ് ന്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കി സൈൻ ന്യൂ പ്ലസ് 1 മൈനസ് കോസ് ന്യൂ എന്നുണ്ടാകും, ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? സൈൻ ന്യൂ മൈനസ് 1 പ്ലസ് കോസ് ന്യൂ എന്നുണ്ടാകും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ന്യൂ ടെൻസ് ടു 0 എന്ന് പറയുന്ന ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0/0 ഫോം ആണ് കിട്ടുന്നത്. 0/0 ഫോം ആണ് കിട്ടുന്നത്. സോ 0/0 ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അടുത്തത് ലിമിറ്റിൽ ചെയ്യേണ്ടത്? ലോപ്പിത്താൾ റൂൾ യൂസ് ചെയ്തിട്ട് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. സോ യൂസിങ് ലോപ്പിത്താൾ റൂൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0 ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് കോസ് ന്യൂ പ്ലസ് 1 എന്നുള്ളത് 0 ആയി പോകും, മൈനസ് സൈൻ ന്യൂ എന്ന് വരും. സോ കോസ് ന്യൂ പ്ലസ് സൈൻ ന്യൂ എന്ന് വരും ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ സൈൻ ന്യൂവിൻ്റെത് കോസ് ന്യൂ ആണ്, മൈനസ് സൈൻ ന്യൂ എന്ന് വരും കോസ് ന്യൂവിന്റെ ഡെറിവേറ്റീവ്. സോ ഇവിടെ കോസ് ന്യൂ പ്ലസ് സൈൻ ന്യൂ ഡിവൈഡഡ് ബൈ കോസ് ന്യൂ മൈനസ് സൈൻ ന്യൂ എന്ന് വരും. ഇനി ന്യൂ ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ദിസ് ഇസ് 1 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഈ ലിമിറ്റിന്റെ ആൻസർ 1 ആണ്, വിച്ച് ഈസ് ഓപ്ഷൻ ബി. കാൽക്കുലസിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്കൊരു
പ്രോപ്പർ ഇൻ്റഗ്രലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ പ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിന്ന് മനസ്സിലാകും. ഇതൊരു -a to a f of x dx എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. സോ ഇത്തരം ഇന്റഗ്രൽസിന്റെ വാല്യൂ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ദിസ് ഇസ് 0 when f of x is an odd function and this is equal to 2 into integral 0 to a f of x dx when f of x is even. ഇത് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർ ഇന്റഗ്രൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സോ നമുക്ക് ഓരോ ഫംഗ്ഷനും നമ്മുടെ ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -π/2 to π/2 x ക്യൂബ് dx പ്ലസ് ഇന്റഗ്രൽ -π/2 to π/2 x cos x പ്ലസ് ഇന്റഗ്രൽ -π/2 to π/2 tan raised to 5x plus integral -π/2 to π/2 1 dx. ഓക്കെ, ഇനി എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ? അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ f of minus x is equal to minus of x whole cube is equal to minus x cube which is equal to minus f of x. So ഇതൊരു odd function ആണ്. f of minus x is equal to minus f of x എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു odd ഫംഗ്ഷനും f of minus x is equal to f of x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഈവൻ ഫംഗ്ഷനുമാണ്. സോ ഇവിടെ എക്സ് ക്യൂബ് ഓഡ് ആണെന്ന് കിട്ടി. ഓഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഈ ഇന്റഗ്രൽ 0 ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ എക്സ് കോസ് എക്സും ഒരു ഓഡ് ഫംഗ്ഷനാണ്, ഇന്റഗ്രൽ വാല്യൂ 0. ടാൻ റേസ് ടു 5x ഓഡ് ഫംഗ്ഷനാണ്, ഇന്റഗ്രൽ വാല്യൂ 0. എങ്ങനെയൊക്കെയാണ് ഇത് വന്നത്? ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടു നോക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ്, ദാറ്റ് ഇസ് മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെയാണ്, കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഇസ് മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, ദാറ്റ് ഇസ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അതും ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇനി ടാൻ റേസ് ടു 5 നോക്കുകയാണെങ്കിലോ, ടാൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ടാനിന്റെ 5th പവറും എന്താണ്? അതൊരു ഓഡ് ഫംഗ്ഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് 3 ടേംസ് ഓഡ് ഫംഗ്ഷൻസ് ആയിട്ട് കിട്ടിയത്. ഇനി 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അതെപ്പോഴും ഈവൻ ഫംഗ്ഷൻസ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആർ ഓൾവേസ് ഈവൻ ഫംഗ്ഷൻസ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ മാത്രം നോൺ സീറോ ആയിട്ടുണ്ടാകും. അതിന്റെ വാല്യൂ നോക്കാം. ഇന്റഗ്രൽ -π/2 to π/2 1 dx ഈവൻ ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു 2 into integral 0 to π/2 1 dx. This is equal to 2 into ഇതിവിടെ നമുക്ക് π/2 minus 0 എന്ന് വരും, that is 2 into π/2 π. So final answer π ആണ്, which is option D. So calculus എന്നുള്ള ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ 4ഉം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. താങ്ക് യു.